ഇപ്പം തന്നെ ഞാൻ അരമണിക്കൂറോളം ഇരുന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കൊരു 2 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിന്നാണ് ഇത്ര അധികം നേരം എനിക്ക് ഇരിക്കാൻ പറ്റുന്നതും. ഇപ്പം തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് നടന്നാണ് വന്നത്. അത് തന്നെ എനിക്ക് ഭയങ്കര ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. പത്തനാപുരം ടൗണിനോട് അടുത്താണെങ്കിൽ തന്നെയും നല്ല രീതിയിലുള്ള ഗ്രാമീണ അന്തരീക്ഷമാണ് ഇവിടെ. നല്ല ശുദ്ധമായ വായുവും നല്ല കാറ്റും വെളിച്ചവും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെ ഒരു നല്ല കാര്യമാണ്. നല്ല നമുക്ക് മനസ്സിനും എല്ലാം ഒരു സമാധാനം തരുന്ന ഒരു റൂമും കാര്യങ്ങളും എല്ലാമായിരുന്നു ഇവിടെ. ഇവിടെ വന്ന സമയത്ത് എന്നെ 2 പേര് കൈതാങ്ങളോടെയാണ് എന്നെ കൊണ്ടുവന്നത്. ഒരടി പോലും നടക്കാൻ വയ്യാതെ 2 പേര് എന്നെ പിടിച്ചുകൊണ്ടാണ് വന്നത്. കിടക്കാൻ നേരത്തും ഇരിക്കാൻ നേരത്തും നടക്കാനും ഒട്ടും വയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ പേര് വിമൽ. ഞാൻ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കേറ്ററിംഗ് സർവീസ് മാനേജറായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ജോലി സംബന്ധമായിട്ട് ഡിസ്കിൻ്റെ പ്രശ്നം വന്നു. വെയിറ്റ് എടുക്കുന്ന ഭാഗമായിട്ടും ഒക്കെ ഡിസ്കിൻ്റെ പ്രശ്നമായിട്ട് തുടർന്ന് പല ഹോസ്പിറ്റലിലും പോയിരുന്നു. അതുകൂടാതെ എനിക്കൊരു ആക്സിഡൻറ്റും ഉണ്ടായി. ആക്സിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം ഡിസ്ക് പല പ്രശ്നങ്ങളും ഉണ്ടായി. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ തുടർന്നുള്ള അവിടെ പരിസരത്തുള്ള പല ഹോസ്പിറ്റലിലും ഞാൻ പോയിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ എന്നെ ബെൽറ്റ് ഇട്ട് കിടത്തി ഒരു മാസം അടുത്തോളം കിടത്തി. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു സർജറി അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ പല ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവരും എല്ലായിടത്തും പറഞ്ഞത് സർജറി അല്ലാതെ വേറെ മാർഗ്ഗമില്ല, എന്നാലേ എഴുന്നേറ്റ് നടക്കാൻ പറ്റുള്ളൂ എന്നാണ് രീതിയിലാണ് പറഞ്ഞത് എന്നോട്. സർജറി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഭയവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സർജറി ചെയ്താൽ ഭാവിയിൽ എന്തായി ദോഷങ്ങളുണ്ടാകും എന്നും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഭയമായിരുന്നു. അന്നപ്പോഴാണ് ഞാൻ ഈ ആയുശ്രീ പത്തനാപുരത്തുള്ള ആയുശ്രീയെ പറ്റി കേൾക്കുന്നത്. അങ്ങനെ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു വരൂ നമുക്ക് 2 ദിവസം നോക്കാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വരികയും ഡോക്ടറിന് പേടിക്കേണ്ടത് നമുക്ക് ഉടനെ തന്നെ മാറ്റിയെടുക്കാം എന്നുള്ള രീതിയിൽ ഡോക്ടർ സംസാരിക്കുകയും നമുക്ക് മനസ്സിന് ധൈര്യം തരികയും ചെയ്തിരുന്നു. ഇപ്പം എനിക്ക് പല കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അതായത് നടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ വന്ന സമയത്ത് എന്നെ 2 പേര് കൈതാങ്ങളോടെയാണ് എന്നെ കൊണ്ടുവന്നത്. ഒരടി പോലും നടക്കാൻ വയ്യാതെ 2 പേര് എന്നെ പിടിച്ചുകൊണ്ടാണ് വന്നത്. കിടക്കാൻ നേരത്തും ഇരിക്കാൻ നേരത്തും നടക്കാനും ഒട്ടും വയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്നത്. ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് അമ്മ വാരിത്തരുവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കിടന്നല്ല ഇരിക്കാനോ ഒന്നും വയ്യാത്തൊരവസ്ഥയായിരുന്നു. എനിക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. കൈകാലുകൾ പോലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇത് ഭയങ്കര വേദനയായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടിരുന്നത്. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. വന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് ആ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മാറ്റവും കാര്യങ്ങളൊക്കെ വന്നിരുന്നു എനിക്ക്. അപ്പം നിലവിൽ എനിക്ക് നല്ലപോലെ നടക്കാനും ഇരിക്കാനും കിടക്കാനും എല്ലാം പറ്റുന്നുണ്ട്. പഴയ രീതിയിലേക്ക് ഏകദേശമായി വരുന്നു. അതിന് ഡോക്ടർ കുറച്ച് ദിവസം കൂടെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും എൻ്റെ മാറും എന്നുള്ള ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എന്നോട് കുറേ പേര് പറഞ്ഞു അത് ഭയങ്കര തട്ടിപ്പാണ്, അവിടെ പോയി വെറുതെ പൈസ കളയാന്നേ ഉള്ളൂ, വെറുതെ നീ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണ്, നിൻ്റെ സമയം കാര്യങ്ങളും എല്ലാം കളയുവാണ്, നീ സർജറി തന്നെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്ന് എന്നോട് കുറേ പേരും പറഞ്ഞു. ഞാൻ ആയുർവേദ വിശ്വസിച്ച് വന്നു. എനിക്കിപ്പം അത് മനസ്സിലായി, ആയുർവേദം തട്ടിപ്പല്ല, ആയുർവേദം തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ശരീരത്തിനും എല്ലാം വേറെ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളും എല്ലാമാണ് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഉള്ള ഇതാണ്. എൻ്റെ ജീവിതം രക്ഷിച്ചത് ആയുർവേദം തന്നെയെന്നും എനിക്ക് പറയാം. ഇപ്പം തന്നെ ഞാൻ അരമണിക്കൂറോളം ഇരുന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കൊരു 2 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിന്നാണ് ഇത്ര അധികം നേരം എനിക്ക് ഇരിക്കാൻ പറ്റുന്നതും. ഇപ്പം തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് നടന്നാണ് വന്നത്. അത് തന്നെ എനിക്ക് ഭയങ്കര ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതം രക്ഷിച്ചു എന്ന് തന്നെ വേണേൽ പറയാം ആയുർവേദം. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇവിടുത്തെ സ്റ്റാഫാണെങ്കിൽ പോലും എല്ലാവരും ആയുർവേദ ടീം മുഴുവൻ എനിക്ക് അവരോട് നന്ദി പറയാനുണ്ട്. നല്ല രീതിയിലാണ് എന്നെ ട്രീറ്റ് ചെയ്തത്. വന്നപ്പോൾ തന്നെയുള്ള ആഹാരമാണെങ്കിൽ പോലും എനിക്ക് എന്നെ കുളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അവരെന്നെ കുളിപ്പിക്കുകയും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് എന്നെ കെയർ ചെയ്തത്. പത്തനാപുരം ടൗണിനോട് അടുത്താണെങ്കിൽ തന്നെയും നല്ല രീതിയിലുള്ള ഗ്രാമീണ അന്തരീക്ഷമാണ് ഇവിടെ. നല്ല ശുദ്ധമായ വായുവും നല്ല കാറ്റും വെളിച്ചവും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെ ഒരു നല്ല കാര്യമാണ്. നല്ല നമുക്ക് മനസ്സിനും എല്ലാം ഒരു സമാധാനം തരുന്ന ഒരു റൂമും കാര്യങ്ങളും എല്ലാമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് ഡോക്ടർ ശീല മാഡത്തിനോട് തന്നെയാണ്. എന്നെ ഇത്ര നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ആയുർവേദ ടീം ഫുള്ള് എന്നെ നല്ല രീതിയിൽ കെയർ ചെയ്തു. അതാണ് അതിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു.